ഹായ്, ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഫോർഫിച്ചർ ഓഫ് ഷെയർസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഫോർഫിച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അയാളുടെ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അല്ലെങ്കിൽ രണ്ടും അടക്കാതെ വരുന്ന സന്ദർഭത്തിൽ കമ്പനി അയാളുടെ ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർഫിച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചറാണ്. അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചറാണ്. ഓക്കെ, എന്താണ് അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്നുള്ളത് നോക്കാം. അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫിച്ചർ നടത്തിയ ആ ഒരു പ്രോസസ്സിനെ ക്യാൻസൽ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്ന് പറയുക. നമ്മൾ പറഞ്ഞു, ഫോർഫിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ കോൾ മണിയോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ രണ്ടും അടക്കാതെ വരുന്ന സിറ്റുവേഷനിൽ കമ്പനി അയാളുടെ ആ ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഫോർഫിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ക്യാൻസൽ ചെയ്യുകയും അങ്ങനെ ക്യാൻസൽ ചെയ്ത് അതിൻ്റെ ഏതാണോ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള ആ ഒരു ഷെയർ ഹോൾഡർ അയാൾ കമ്പനിയോട് റിക്വസ്റ്റ് നടത്തുകയാണ്, നിങ്ങൾ ഫോർഫിച്ചർ നടത്തിയിട്ടുള്ള ഷെയർ അതിന് ഫോർഫിച്ചർ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയോട് റിക്വസ്റ്റ് നടത്തുകയാണ്. അങ്ങനെ കമ്പനി ആ ഒരു സമയത്ത് ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കും. ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഫോർഫിച്ചർ അനൂൽമെൻറ്റ് നടത്താം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർഫിച്ചർ നടത്തിയ ആ ഒരു പ്രോസസ്സിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവർക്ക്, അതായത് ഈ ഡീഫാൾട്ട് വരുത്തിയ ഷെയർ ഹോൾഡർക്ക് വീണ്ടും ആ ഷെയർ ഇഷ്യൂ ചെയ്യാൻ അധികാരമുണ്ട്. അതിനെയാണ് അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്ന് പറയുക. അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫിച്ചർ നടത്തിയ ഒരു ഷെയറിനെ ആ ഒരു ഫോർഫിച്ചർ എന്നുള്ള ആ ഒരു പ്രൊസീജിയറിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യുകയാണ്, ആ ഷെയർസ് തിരിച്ചു കൊടുക്കുകയാണ്. ഷെയർസ് തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള എമൗണ്ട് അടക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡീഫാൾട്ട് വരുത്തിയ എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൂടി അടക്കേണ്ടി വരും. ഈ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബോർഡ് മീറ്റിങ്ങിലായിരിക്കും ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കാണാം അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഫോർഫിച്ചർ ഓഫ് ഷെയർസ് if the defaulting shareholder likes to pay the amount due and requests the company to cancel the forfeiture of his shares shall be annulled. അതായത് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അയാളുടെ ഷെയർ ഫോർഫിച്ചർ നടത്തിയതിന് ശേഷം ആ ഡീഫാൾട്ടിങ് ഷെയർ ഹോൾഡർ എന്ത് വിചാരിക്കുകയാണ്, ആ ഒരു ഡ്യൂ വരുത്തിയിട്ടുള്ള എമൗണ്ട് അടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാവുന്ന സമയത്ത് അയാൾ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യും, ആ ഒരു ഫോർഫിച്ചർ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആ ഒരു ഫോർഫിച്ചർ എന്നുള്ള ആ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യും, കമ്പനിക്ക് ക്യാൻസൽ ചെയ്യാം. കമ്പനിക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കണം. ബോർഡ് മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നമ്മൾ അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചറിൽ പറയാനുള്ളത്. അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിക്കൊണ്ടും 6 സ്റ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിസീവിങ് റിക്വസ്റ്റ് ഫ്രം ദി ഷെയർ ഹോൾഡർ ഏത് ഷെയർ ഹോൾഡറുടെ ഷെയർസാണോ നമ്മൾ ഫോർഫിച്ചർ നടത്തിയിട്ടുള്ള ആ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ഫോർഫിച്ചർ എന്നുള്ള പ്രൊസീജിയർ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യണം. എന്നാൽ മാത്രമേ അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കൺവീനിങ് ബോർഡ് മീറ്റിംഗ് ടു സെറ്റിൽ ദ ടേംസ് ബൈ പാസിംഗ് റെസൊല്യൂഷൻ. ഓക്കെ, അങ്ങനെ ഒരു ഷെയർ ഹോൾഡർ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്തതിന് ഒരു ബോർഡ് മീറ്റിംഗ് കൺവേ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കും. ആ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത് അവിടെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നത്. റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു നമ്മൾ ഫോർഫിച്ചർ നടത്തിയ ഷെയറിന് ആ ഒരു പ്രോസസ്സ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യും. അങ്ങനെ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ അനൂൽമെൻറ്റ് ഓഫ് ഫോർഫിച്ചർ നടത്താൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ അങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിക്കൊണ്ട് ഒരു ലെറ്റർ അയക്കുകയാണ് നമ്മൾ ഷെയർ ഹോൾഡർക്ക്. ആരാണോ നമുക്ക് റിക്വസ്റ്റ് തന്നിട്ടുള്ള ആ ഷെയർ ഹോൾഡർക്ക് ഒരു ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്ററിനകത്ത് ഈ അനൂൽമെൻറ്റ് നടത്താനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വ്യക്തമായി അറിയിച്ചു കൊണ്ടുള്ള ഒരു ലെറ്റർ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഡീഫാൾട്ട് വരുത്തിയിട്ട് ഷെയർ ഹോൾഡർക്ക് കൊടുക്കും. അതിനുശേഷം റിസീവിങ് ദി മണി, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് റിസീവിങ് ദി മണിയാണ്. റിസീവിങ് ദി മണി എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷെയർ ഹോൾഡർ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള ആ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടി വരും. മണി എന്ന്
പറഞ്ഞാൽ അദ്ദേഹം അവിടെ പിന്നെ ഓൾറെഡി ഡീഫാൾട്ട് വരുത്തിയത് കൊണ്ടാണ് അയാളുടെ ഷെയർ ഫോർഫീച്ചർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡീഫാൾട്ട് വരുത്തിയ എമൗണ്ടും അതേപോലെ തന്നെ ആ ഒരു ഡീഫാൾട്ട് വരുത്തിയ എമൗണ്ടിൻ്റെ മുകളിലൊരു ഇൻട്രസ്റ്റ് കൂടി കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ രണ്ടിൻ്റെ ടോട്ടലാണ് അവിടെ മണി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, റിസീവിങ് ദി മണി എന്ന്. നെക്സ്റ്റ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ദ നെയിം ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പർ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് ഷെയർ ഹോൾഡറുടെ പേര് രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യും എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് രജിസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നീക്കം ചെയ്ത പേരിനെ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും എഴുതി ചേർക്കുന്നതിനെയാണ് നമ്മൾ റീസ്റ്റോറിങ് ദ നെയിം ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 6th സ്റ്റേജ് ആയിക്കൊണ്ട് ഇഷ്യൂയിങ് ഫ്രഷ് ഷെയർ സർട്ടിഫിക്കറ്റ്, അതായത് ഇങ്ങനെ മെമ്പേഴ്സിൻ്റെ പേര് ആ ഒരു രജിസ്റ്ററിൽ എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് പുതിയതായിക്കൊണ്ട് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്യും. അതിനെയാണ് ലാസ്റ്റ് സ്റ്റേജ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ആദ്യം ആ ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യണം. റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോർഡ് മീറ്റിംഗ് വിളിക്കണം. ബോർഡ് മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞ് അതിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് ആ ഒരു ഷെയർ ഹോൾഡറെ അറിയിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ അയക്കും. ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ടും ആ ഒരു ഷെയർ ഹോൾഡർ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള ക്യാഷൊക്കെ കമ്പനിയിലേക്ക് അടക്കും, അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് മണി റിസീവ് ചെയ്യും. അതേപോലെ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയാളുടെ പേര് ആ ഒരു രജിസ്റ്ററിൽ വീണ്ടും എഴുതി ചേർക്കപ്പെടും. അതിനുശേഷം എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് കമ്പനി എന്ത് ചെയ്യും, അയാൾക്ക് വീണ്ടും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നമുക്കറിയാം ഈ ഷെയർ സർട്ടിഫിക്കറ്റ് പുതിയത് ഇഷ്യൂ ചെയ്യാൻ കാരണം നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്ന ആ ഒരു ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് തിരികെ വാങ്ങിയിട്ടുണ്ടായിരിക്കും. തിരികെ വാങ്ങിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റല്ല വീണ്ടും കൊടുക്കുക, പുതിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചറിൻ്റെ സമയത്ത് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആനുവൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യണം. ആ ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ നേരെ കാണിക്കേണ്ടത് അയാൾ ഡീഫാൾട്ട് വരുത്തിയിട്ടുള്ള എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ നേരെ കാണിക്കേണ്ടത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നേരെ കാണിക്കേണ്ടത് ഷെയർ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു അക്കൗണ്ട് നമ്മൾ പുതിയതായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യും, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നമ്മൾ കാണിക്കുക ആ ഒരു ഷെയർ ഹോൾഡർ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ആ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ പിന്നെ അയാളുടെ ഷെയർ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് അതുവരെ അടച്ച എമൗണ്ട് കമ്പനി ഒരിക്കലും റീഫണ്ട് ചെയ്യില്ല. ആ ഫണ്ടിനെ എങ്ങോട്ട് മാറ്റും, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും. അങ്ങനെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും ഫോർഫീച്ചറിൻ്റെ സമയത്ത്. ആ ഒരു അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ എൻട്രി കാണിക്കുന്നത്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ടു ഷെയർ ക്യാപിറ്റൽ. എന്നിട്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് പോവുക. ആ ഒരു ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള എമൗണ്ട് പ്ലസ് പിന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് അല്ലാത്ത ബാക്കി എമൗണ്ട് കൂടി എങ്ങോട്ട് പോകും, ഷെയർ ക്യാപിറ്റലിലേക്ക് പോകും. പിന്നെ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണോ അയാൾ ഇൻട്രസ്റ്റ് അടച്ചിട്ടുള്ള ആ എമൗണ്ട് ഇൻട്രസ്റ്റിലേക്കാണ് പോവുക. ഈ ഇൻട്രസ്റ്റ് നമ്മൾ നെക്സ്റ്റ് പിന്നെ ഇൻട്രസ്റ്റ് കമ്പനിക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻകമാണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവുക. അതിൻ്റെ എൻട്രി ഒന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇൻട്രസ്റ്റിലേക്ക് പോകും എന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. മയൂർ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 shares of ₹10 each at a premium of ₹2 payable at ₹3 on application, ₹4 on allotment including premium, and ₹5 on first and final call. When call was made, Priya, who was holding 1,000 shares, did not pay call money. അപ്പോൾ നമുക്കിവിടെ കാണാം മയൂർ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി ഇഷ്യൂ ചെയ്ത് 20,000 ഷെയർസാണ്, 20,000 ഷെയറാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 10 രൂപയുടെ ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായത്. 10 രൂപയുടെ ഷെയർ അതിൽ 2 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12 രൂപക്കായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, പേബിൾ ആസ് ₹3 ഓൺ അപ്ലിക്കേഷൻ മണി. അപ്ലിക്കേഷൻ ആയിക്കൊണ്ട് 3 രൂപയും ₹4 ഓൺ അലോട്ട്മെൻറ്റ് മണി ആയിക്കൊണ്ട് 4 രൂപയും. ഈ 4 രൂപയിൽ എന്ത് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് പ്രീമിയം. അപ്പോൾ നമ്മളോട് മുകളിൽ പറഞ്ഞിട്ട് പ്രീമിയം 2 രൂപയാണ് എന്നുള്ളത്. അപ്പോൾ 4ൽ 2 രൂപ പ്രീമിയം ആണെങ്കിൽ ബാക്കി 2 രൂപ മാത്രമേ അലോട്ട്മെൻറ്റ് മണി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ മണി 3, അലോട്ട്മെൻറ്റ് മണി 2, ബാക്കി ഇനി 5 രൂപയാണുള്ളത്. ആ ബാക്കി വരുന്ന 5 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, കമ്പനി കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് കോളിൻ്റെ എമൗണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെൻ
കോൾ വാസ് മെയ്ഡ്, കോൾ മണി വിളിച്ച സമയത്ത്, അതായത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട്, അത് മെയ്ഡ് ചെയ്ത സമയത്ത് പ്രിയ ഹു വാസ് ഹോൾഡിങ് 1000 ഷെയർസ്, പ്രിയ എന്നുള്ള ഒരു ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്ന 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്, ഡിഡ് നോട്ട് പേ ദ കോൾ മണി, കോൾ മണി എന്ത് ചെയ്തില്ല, പ്രിയ അടച്ചിട്ടില്ല. 1000 ഷെയറിൻ്റെ മുകളിൽ കോൾ മണി അടച്ചിട്ടില്ല. കോൾ മണി നമുക്ക് അവിടെ കാണാം, 5 രൂപയാണ് കോൾ മണി വരുന്നത്. ദീസ് 1000 ഷെയർസ് വെർ ഫോർഫിറ്റഡ്. അങ്ങനെ അവർ കോൾ മണി അടക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കമ്പനി നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നീങ്ങി കമ്പനി എന്ത് ചെയ്തു, അവരുടെ ഷെയർ ഫോർഫീച്ചർ നടത്തി. ദീസ് ഷെയർസ് ഹാവ് നോട്ട് ബീൻ റീഇഷ്യൂഡ്. ഈ ഷെയർസ് എന്ത് ചെയ്തില്ല, റീഇഷ്യൂ നടത്തിയില്ല. റീഇഷ്യൂ എന്നുള്ളതിൻ്റെ കേസ് നമ്മൾ അടുത്ത് പറയാനിരിക്കുന്നുണ്ട്. റീഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ ഫോർഫിറ്റഡ് നടത്തി കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യുക, ഈ ഷെയർ വേറൊരാൾക്ക് മറിച്ച് കൊടുക്കാം എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ വേറൊരാൾക്ക് ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കമ്പനി റീഇഷ്യൂ നടത്തിയിട്ടില്ല. ആഫ്റ്റർ 2 months, 2 മാസത്തിന് ശേഷം, ഈ മാസം ശ്രദ്ധിക്കണം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. ആഫ്റ്റർ 2 months പ്രിയ റിക്വസ്റ്റഡ് ദ കമ്പനി ടു ക്യാൻസൽ ദ ഫോർഫീച്ചർ. പ്രിയ എന്ത് ചെയ്തു, കമ്പനിയോട് അവരുടെ പിന്നെ ഷെയർ ഫോർഫീച്ചർ നടത്തിയത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, ഷീ അഗ്രീഡ് ടു പേ കോൾ മണി ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ് ആസ് ഡിമാൻഡ് ബൈ ദി കമ്പനി. കമ്പനി എത്രയാണോ ഇൻട്രസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അതും അതേപോലെ തന്നെ അവർ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള കോൾ മണി കൂടി അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, എഗ്രി ചെയ്തു. അങ്ങനെ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്സെപ്റ്റഡ് ഹെർ റിക്വസ്റ്റ്. അവരുടെ ആ ഒരു റിക്വസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് പ്രിയ ആൻഡ് ആസ്ക്ഡ് പ്രിയ ടു പേ ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം. അങ്ങനെ പ്രിയയോട് കമ്പനി എന്ത് പറയുകയാണ്, ഒരു പിന്നെ ഈ കോൾ മണി അടക്കണം, അതേപോലെ തന്നെ കോൾ മണി ഒരു 6% ഇൻട്രസ്റ്റോട് കൂടിയാണ് അടക്കേണ്ടത്. 2 മാസമാണ് അവിടെ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മുകളിൽ കണ്ടു. അപ്പോൾ 2 മാസത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, 6% വീതം എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് എടുക്കണം. ആ 6% പെർ അനമാണ്, ഒരു വർഷത്തിന് 6% എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ 6% കണ്ടിട്ട് 2 മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഓൺ ദി കോൾ എമൗണ്ട് ഡ്യൂ. കോൾ എമൗണ്ടാണ് പ്രീ അടക്കാത്തുള്ളത്, അതിൻ്റെ മുകളിൽ 6% എന്ത് ചെയ്യേണ്ടി വരും, കമ്പനിക്ക് അവർ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ദ കമ്പനി റിസീവ്ഡ് ദ കോൾ മണി അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഫ്രം പ്രിയയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, കമ്പനിക്ക് ഇൻട്രസ്റ്റും അതേപോലെ തന്നെ അവർ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള കോൾ മണിയും കിട്ടി. ആൻഡ് ആനുവൽ ദ ഫോർഫീച്ചർ ഓഫ് ഹെർ 1000 ഷെയർ. അങ്ങനെ കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ഫോർഫീച്ചറിനെ തടഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ആനുവൽ ചെയ്യാണ്. ഓക്കെ, റെക്കോർഡ് ദ ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ഫോർഫീച്ചർ ആൻഡ് ആനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ. ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുക. ഫോർഫീച്ചറുമായിട്ടും അതേപോലെ തന്നെ ആനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് അതിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫോർഫീച്ചർ നടത്തുന്ന ജേണൽ എൻട്രി എഴുതണം. അതേപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ആനുവൽമെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ഷെയറിൻ്റെ ഫോർഫീച്ചർ ആനുവൽമെൻറ്റ് നടത്തുന്ന എൻട്രി കൂടി കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ കാണാം, ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ ഫോർഫീച്ചർ നടത്തുന്നതാണ്. ഫോർഫീച്ചർ നടത്തുന്ന സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബ്റ്റർ, പിന്നെ നമ്മൾ ഏത് കോളാണോ അടക്കാത്തത്, പിന്നെ ഇവിടെ നമ്മളവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ പ്രീമിയം അടച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പ്രീമിയം കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോൾ മാത്രമാണ് അടക്കാത്തതുള്ളത്. അപ്പോൾ ആ ഒരു അടക്കാത്ത കോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കേണ്ടത്. അവിടെ ടു ഷെയർ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, കാരണം ഇവിടെ ഒരു കോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ടു ഷെയർ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചത്. ഇവിടെ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് കാണിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് 1000 ഷെയർസ് ആണെന്ന് നമുക്കറിയാം. ഇൻറ്റു 10 കാണിച്ചിട്ടുള്ളത്. 10 എന്ന് കാണിക്കാനുള്ള കാരണം കമ്പനി ഇതുവരെ വിളിച്ചിട്ടുള്ള എമൗണ്ട് മുഴുവൻ എമൗണ്ട് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 10 രൂപയാണ് കാണിച്ചത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർഫീച്ചറിൻ്റെ സമയത്ത് അവിടെ ഷെയർ ക്യാപിറ്റൽ നേരെ കാണിക്കേണ്ടത്, കമ്പനി അതുവരെ വിളിച്ച എമൗണ്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ 8 രൂപ വരെ വിളിച്ചിട്ടുള്ളെങ്കിൽ 8 എന്നാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കേസിൽ നമ്മളോട് കമ്പനി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 രൂപയും കമ്പനി വിളിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്താണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടുള്ള 5 രൂപ അടക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1000 ഇൻറ്റു 10 എന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, 10,000 രൂപ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്ത എമൗണ്ടാണ് ടു ഷെയർ കോൾ അക്കൗണ്ട്. ടു ഷെയർ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർ അടക്കാത്ത ഫസ്റ്റ് കോൾ അടക്കാത്ത ആ ഒരു എമൗണ്ടാണ് അവിടെ കാണിക്കേണ്ടത്. ഫസ്റ്റ് കോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. അപ്പോൾ 1000 ഷെയറിൻ്റെ മുകളിൽ 5 എന്ന് കാണാം. 1000 ഇൻറ്റു 5 5000 വരിക. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ തെറ്റ് വന്നതാണ്, 5000 എന്നാണ് വരേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 500 എന്നേ ഉള്ളൂ. 5000 എന്ന് ഞാനൊരു 0 കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അത് എഴുതണം. ഓക്കെ, പിന്നെ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് ആ ഒരു ഷെയർ ഹോൾഡർ അതുവരെ അടച്ചിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു ഷെയർ ഹോൾഡർക്ക് റീഫണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 10 രൂപയുടെ ഷെയർ, അതിൽ 5 രൂപയാണ് അടക്കാത്തത്. അപ്പോൾ അയാൾ അതുവരെ സ്വാഭാവികമായിട്ട് 5 രൂപ അടച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 5 രൂപ എന്ത് ചെയ്യണം, നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റണം. 1000 × 5 5000 രൂപയെ നമ്മൾ എങ്ങോട്ട് മാറ്റി, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഫോർഫീച്ചർ നടത്തിയിട്ടുള്ള ജനന തീയതി. ഇനി 2 മാസത്തിന് ശേഷമാണ് പ്രിയ എന്ത് ചെയ്യുന്നത്, കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യണം, അവരുടെ ആ ഫോർഫീച്ചറിനെ ആനുവൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവരോട് പറഞ്ഞു 6% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവരുടെ കോൾ മണി അടക്കമാണ് എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യാം, അവരുടെ ഫോർഫീച്ചറിനെ ആനുവൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, കമ്പനി എഗ്രി ചെയ്യണം. അങ്ങനെ എഗ്രി ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു ക്യാഷ് ആനുവൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് കാണിക്കുന്ന എൻട്രിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവർ അടച്ചിട്ടുണ്ടാവുക. നമുക്ക് മുകളിൽ കാണാം അവർ ഡീഫോൾട്ട് വരുത്തിയ ടു ഷെയർ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 5000 രൂപ കാണിച്ചിട്ടുണ്ട്. 5000 രൂപ അടക്കാത്തതുകൊണ്ടാണ് ഫോർഫീച്ചർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ എന്ത് അടച്ചിട്ടുണ്ടാവും, ഈ 5000 രൂപ അടച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു 6% ഇൻട്രസ്റ്റ്. 6% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 6% അല്ല കാണേണ്ടത്. 6% കണ്ടുകൊണ്ട് ഇവിടെ നമ്മളോട് പറഞ്ഞത് 2 മാസമാണ് ഡീഫോൾട്ട് വരുത്തിയത്. നമ്മളോട് പറഞ്ഞ 6% പെർ ആനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിനാണ് 6%. അപ്പോൾ 2 മാസത്തിന് നമുക്ക് ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ എന്നാണ് കിട്ടുക. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഡീഫോൾട്ട് വരുത്തിയിട്ട് 5000 രൂപയും പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് അവിടെ താഴെ വേണമെങ്കിൽ കാണാം. ഇൻട്രസ്റ്റിൻ്റെ കൂടെ 5000 ഇൻറ്റു ഡീഫോൾട്ട് വരുത്തി 5000 ഇൻറ്റു 6% എന്ന് പറയുന്നത് 6/100 ഇൻറ്റു 2/12 ആണ്. 2/12 എന്ന് പറയാനുള്ള 12 മാസത്തിൽ 2 മാസം മാത്രമാണ് ആ ഒരു ഡീഫോൾട്ട് വരുത്തിയത്. 2 മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2/12 ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് 50 രൂപയാണ് കിട്ടുക. അങ്ങനെ 5000 + 50 5050 നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിക്കൊണ്ട് കാണിച്ചു. പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു. ആ ഒരു എൻട്രി നമ്മൾ എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, നമ്മളവിടെ ഓൾറെഡി മുകളിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു എൻട്രി കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കാണിച്ചിട്ടുള്ള 5000 താഴേക്ക് അതേപോലെ തന്നെ കാണിച്ചു. പിന്നെ ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്തു, ആ ഒരു ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 5000 രൂപയും അയാൾ ഇപ്പോൾ അടച്ചിട്ടുള്ള ആ ഒരു ഡീഫോൾട്ട് വരുത്തിയിട്ട് 5000 രൂപയും, അങ്ങനെ ടോട്ടൽ 10000 രൂപ ഷെയർ ക്യാപിറ്റലിലേക്ക് പോയി. പിന്നെ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഇൻട്രസ്റ്റിലേക്ക് അയാൾ അടച്ചിട്ടുള്ള 50 രൂപ ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, അവിടെ കാണിച്ചു. അതാണ് ഇത്രയുമാണ് ആനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചറിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ ആണ്. റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർഫീച്ചർ നടത്തിയ ഒരു ഷെയറിന് റീഇഷ്യൂ നടത്തുന്ന ഒരിക്കലും ആ ഡീഫോൾട്ട് വരുത്തിയ അയാൾക്ക് സെയിം ആൾക്കല്ല നമ്മൾ കൊടുക്കുക, വേറെ മറ്റൊരു ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് റീ ഇഷ്യൂ എന്ന് പറയുക. അനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫീച്ചർ നടത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് തിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആനുവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയർ വീണ്ടും റിസീവ് ചെയ്യുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഷെയർ ഹോൾഡർക്ക് തന്നെയാണ് ആ ഷെയർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ റീ ഇഷ്യൂവിൻ്റെ സമയത്ത് ഷെയർ കിട്ടുക മറ്റു ഷെയർ ഹോൾഡർക്കായിരിക്കും, അല്ലെങ്കിൽ പുതിയ ഷെയർ ഹോൾഡർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ റീ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, റീ ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ റീ ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, നമുക്കവിടെ കാണാം എ കമ്പനി മേ റീ ഇഷ്യൂ ദ ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് എനി ടൈം ഇറ്റ് ലൈക്സ്. കമ്പനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, അവർ ഫോർഫീച്ചർ നടത്തിയ ഷെയർസിന് റീ ഇഷ്യൂ നടത്താം. റീ ഇഷ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് റീ ഇഷ്യൂ നടത്തുകയാണ്. ഇഫ് ദ ആർട്ടിക്കിൾസ് പെർമിറ്റ്, ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ കമ്പനി ക്യാൻ റീ ഇഷ്യൂ ദ ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് പാർ ഓർ പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. കമ്പനിക്ക് എന്ത് ചെയ്യാം, പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ കമ്പനിക്ക് എന്ത് ചെയ്യാം, അവിടെ റീ ഇഷ്യൂ നടത്താം. നമ്മളോട് അതിൽ പ്രത്യേകമായിക്കൊണ്ടൊരു കാര്യം പറയുന്നത്, പിന്നെ ഡിസ്കൗണ്ടിൽ റീ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ ഈ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് നമ്മളുടെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു പഴയ ഷെയർ ഹോൾഡർ, ഫോർഫീറ്റർ നടത്തിയ ആ ഒരു ഷെയർ ഹോൾഡർ അയാൾ എത്ര രൂപയാണോ അടച്ചിട്ടുള്ള ആ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ആ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക. ആ ഒരു എമൗണ്ടിൻ്റെ അത്ര വരെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല. അതാണ് അവിടെ ഈ ഡിസ്കൗണ്ടിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പിന്നെ നമ്മൾ റീ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ റീ ഇഷ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ജനറൽ എൻട്രീസാണ് അവിടെ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമുക്ക് കാണാം
ജേണൽ എൻട്രി ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഓക്കെ, പാറിലാണ്, അതായത് ഇഷ്യൂ പ്രൈസും ഫേസ് വാല്യൂം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക എന്നുള്ളത്. അവിടെ നമുക്ക് എൻട്രി കാണാം, ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. അവിടെ ക്യാഷ് ഓർ ബാങ്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് റീഇഷ്യൂ നടത്തുന്ന സമയത്ത് നമുക്ക് അവരുടെ പുതിയ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് ആയിക്കൊണ്ട് ഷെയർ ക്യാപിറ്റലിലേക്കാണ് ബാങ്കിൽ നിന്ന് വരുന്ന ക്യാഷ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതാണ് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്ര രൂപയാണോ റീഇഷ്യൂവിൻ്റെ സമയത്ത് റിസീവ് ചെയ്യുന്നത് അതാണ് ബാങ്കിലേക്ക് കാണിക്കേണ്ടത്. ആ എമൗണ്ടിനെ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ എൻട്രി ജേണൽ എൻട്രി ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിനാണ് നമ്മൾ റീഇഷ്യൂ നടത്തുന്നതെങ്കിൽ എന്താണ് എൻട്രി എന്നുള്ളത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എത്രയാണോ ബാങ്കിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കൗണ്ട് നടത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് നടത്തുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് എത്രയേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അത്ര മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന്. നമുക്കറിയാം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് ആ ഒരു ഷെയർ ഹോൾഡർ, അതായത് ഡിഫാൾട്ട് വരുത്തിയിട്ടുള്ള ഷെയർ ഹോൾഡർ അടച്ച എമൗണ്ടാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടാവുക. ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് എടുത്തുകൊണ്ടായിരിക്കും ഈ ഡിസ്കൗണ്ട് നമ്മൾ മീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ ബാങ്കിലേക്ക് വന്ന എമൗണ്ടും ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത എമൗണ്ടും ടോട്ടൽ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ജേണൽ എൻട്രി ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. ഓക്കെ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവിടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന എമൗണ്ട് പ്ലസ് പ്രീമിയം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ യഥാർത്ഥ എമൗണ്ട്, ഷെയറിൻ്റെ യഥാർത്ഥ എമൗണ്ട് നമ്മുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകും. പ്രീമിയം ആയിക്കൊണ്ട് കിട്ടിയ എമൗണ്ട് എങ്ങോട്ട് പോകും, ഷെയർ പ്രീമിയത്തിലേക്കുമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഹെഡ് കൂടി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്. അതായത് നമ്മൾ വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഷെയർ ഹോൾഡർ അതുവരെ അടച്ച എമൗണ്ട് ഒരിക്കലും റീഫണ്ട് ചെയ്യില്ല, പകരം എന്ത് ചെയ്യുകയാണ്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് വെച്ചാൽ കമ്പനി ഈ ഒരു ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കമ്പനി മീറ്റ് ചെയ്യുന്നത് ഈ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ആ ഒരു എമൗണ്ട് ആ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫോർഫീച്ചർ നടത്തിയ ആ ഒരു ഷെയർ, അത് ഫോർഫീച്ചർ നടത്തുമ്പോൾ അതുവരെ അടച്ച എമൗണ്ട് ആ ഒരു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. ഈ അക്കൗണ്ടിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് ശരിക്കും പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി ആ ഒരു ഫോർഫീറ്റർ നടത്തിയ ഷെയർ റീഇഷ്യൂ നടത്തുകയാണെങ്കിൽ ആ റീഇഷ്യൂ നടത്തുമ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് കമ്പനി എന്ത് ചെയ്യും, ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുക. സിമ്പിളായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് കമ്പനിക്ക് അതുവരെ കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് അത് കമ്പനിക്ക് ലാഭമാണ്. ആ ലാഭമുള്ള എമൗണ്ടിന് കമ്പനി ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഷെയർ ഫോർഫീറ്റഡിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് കമ്പനി ഫോർഫീച്ചർ നടത്തിയ മുഴുവൻ ഷെയർ എന്ത് ചെയ്യില്ല, കമ്പനി റീഇഷ്യൂ നടത്തില്ല. അതായത് ഒരു 1000 ഷെയർ ഫോർഫീച്ചർ നടത്തിയിരുന്നു, പക്ഷേ ആ കമ്പനി റീഇഷ്യൂ നടത്തിയ സമയത്ത് 500 ഷെയർ മാത്രമേ റീഇഷ്യൂ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ കമ്പനി അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എത്ര എമൗണ്ടാണെന്ന് വെച്ചാൽ എത്ര ഷെയറാണോ കമ്പനി റീഇഷ്യൂ നടത്തിയത് അതിൻ്റെ ആനുപാതികത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പനി ക്യാപിറ്റൽ റിസർവിലേക്ക് അതിൻ്റെ എമൗണ്ട് മാറ്റുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 1000 ഷെയറിനാണ് കമ്പനി ഫോർഫീച്ചർ നടത്തി. 1000 ഷെയർ നടത്തുമ്പോൾ ഒരു 10,000 രൂപ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അസ്യൂം ചെയ്യാണ്. ഒരു 1000 ഷെയർ ഫോർഫീച്ചർ നടത്തിയപ്പോൾ 10,000 രൂപയാണ് നമുക്ക് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് കിട്ടിയത്. അങ്ങനെ കമ്പനി 1000 ഷെയറിൽ നിന്ന് 500 ഷെയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റീഇഷ്യൂ നടത്തുന്നുള്ളൂ. റീഇഷ്യൂ നടത്തുകയാണെങ്കിൽ ആ 500 ഷെയറിന് ആനുപാതികമായിട്ടുള്ള 5000 രൂപയല്ലേ ഉണ്ടാവും. 10,000-ൽ 1000 ഷെയറിന് 10,000 ആണെങ്കിൽ 500 ഷെയറിന് എത്ര ഉണ്ടായിരിക്കും, 5000 രൂപയിൽ ആനുപാതികമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർ ആ 5000 രൂപ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പനി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്
കമ്പനി റീ ഇഷ്യൂ നടത്തുന്ന സമയത്ത് മാത്രമേ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുള്ളൂ. ഇങ്ങനെ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ മുഴുവൻ എമൗണ്ടും ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റില്ല. അവിടെ ഒരു കേസ് മാത്രം ശ്രദ്ധിക്കണം. ആ ഒരു എമൗണ്ടിൽ നിന്ന് കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് ഇതിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പനി പിന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 5000 രൂപ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ കമ്പനി ഒരു ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് 1000 രൂപ കൊടുക്കുന്നതിന് ബാക്കി 4000 രൂപ മാത്രമേ ക്യാപിറ്റൽ റിസർവിലേക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇനി ആ 5000 രൂപയും മുഴുവൻ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു എമൗണ്ട് എന്തുണ്ടാവില്ല, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മുകളിലത്തെ സെയിം എൻട്രി തന്നെയാണ് പാർട്ടിലി ആയാലും ഫുള്ളി ആയാലും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എൻട്രി പാസ് ചെയ്യേണ്ടത്. അവിടെ നമുക്കൊരു സ്റ്റേജസ് കാണാം എങ്ങനെയാണ് പിന്നെ ഈ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമാണ് റീ ഇഷ്യൂ നടത്തിയെങ്കിൽ അവിടെ ചെയ്യേണ്ടത്. അതായത് പ്രൊപ്പോർഷനേറ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഷെയർ റീ ഇഷ്യൂഡ്. അതായത് നമ്മൾ അവിടെ കാണിക്കുന്ന എത്ര ഷെയറിൻ്റെയാണോ പിന്നെ റീ ഇഷ്യൂ നടത്തുക അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള എമൗണ്ട്, അതിൽ നിന്ന് ലെസ് ലോസ് ഓർ ഡിസ്കൗണ്ട് ഓൺ റീ ഇഷ്യൂ. റീ ഇഷ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ എത്രയാണോ പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് അതിൽ നിന്ന് ലെസ് ചെയ്യും. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കാണിക്കും. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രോബ്ലമാണ് വരുന്നത്. നമുക്ക് കാണാം, എ കമ്പനി forfeited 50 shares of ₹10 each issued at 10% പ്രീമിയം. അതായത് 50 ഷെയർസ് ഫോർഫീച്ചർ നടത്തി. 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആയിരുന്നു. 10 രൂപ പ്ലസ് 10% പ്രീമിയം ഉണ്ട്. അപ്പോൾ ഒരു 11 രൂപയുടെ ഷെയറാണ്, അതിൽ 1 രൂപ പ്രീമിയമാണ്. ഓക്കെ, ടു ബി കളക്റ്റഡ് അറ്റ് ദി ടൈം ഓഫ് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രീമിയം കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് പറയുന്നു, ഓൺ വിച്ച് ഫസ്റ്റ് കോൾ ഓഫ് ₹3 പെർ ഷെയർ വാസ് നോട്ട് റിസീവ്ഡ്. ഈ 50 ഷെയർ ഫോർഫീച്ചർ നടത്താനുണ്ടായിട്ടുള്ള കാര്യം ഫസ്റ്റ് കോളായിട്ടുള്ള 3 രൂപ അടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 50 ഷെയർ ഫോർഫീച്ചർ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വ്യക്തമാണ് എന്ത്, ആപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ട്, അതേപോലെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്. ഇവിടെ ഇനി അടക്കാത്തത് ഏത് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് കോൾ മണി മാത്രമാണ് അടക്കാത്തത്. സെക്കൻഡ് കോൾ എന്ത് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ലൈൻ പറയുന്നത്, കമ്പനി ഹാസ് നോട്ട് യെറ്റ് കോൾഡ് അപ്പ് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടുള്ള 2 രൂപ എന്ത് ചെയ്തിട്ടില്ല, കമ്പനി ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ മണി വിളിച്ചിട്ടുണ്ടാവും, അലോട്ട്മെൻറ്റ് മണി വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 50 ഷെയറിൻ്റെ മുകളിൽ അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോൾ വിളിച്ച സമയത്ത് 3 രൂപ വിളിച്ച സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഷെയർ ഹോൾഡർ അടക്കാതെ വരികയും അങ്ങനെ എന്ത് ചെയ്യുകയാണ്, പിന്നെ 50 ഷെയർ ഫോർഫീച്ചർ നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ബാക്കി 2 രൂപ വിളിച്ചിട്ടില്ല. ഓക്കെ, നമ്മളോട് പറയുന്നത് ഗിവ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ് കേസസ് എന്നാണ്. താഴെ ഒരു 6 കേസസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 6 കേസിൽ ഏതൊക്കെയാണ് എൻട്രീസ് വരിക എന്നുള്ളതാണ് നമ്മളോട് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കേസസ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം 6 കേസസാണ് തന്നിട്ടുള്ളത്. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗിവ് ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ് കേസസ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കേസിലും ഫോർഫീച്ചർ നടത്തുന്ന പിന്നെ എൻട്രിയും അതേപോലെ തന്നെ റീ ഇഷ്യൂ നടത്തുന്ന എൻട്രിയും നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. പക്ഷേ നമുക്കിവിടെ ഫോർഫീച്ചർ നടത്തുന്ന എൻട്രി എല്ലാ കേസിനും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ എൻട്രി എഴുതിയാൽ മതി. ഓക്കെ, എല്ലാ കേസിലും ഫോർഫീച്ചർ നടത്തുന്ന ഒരേ സെയിം എൻട്രിയാണ്. റീ ഇഷ്യൂ നടത്തുന്ന കേസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓരോ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഫോർഫീച്ചർ നടത്തുന്ന കേസാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ കാണാം 50 ഷെയറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോർഫീച്ചർ നടത്തുന്നത്. ഓക്കെ, 50 ഷെയർ ഫോർഫീച്ചർ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോൾ അടക്കാത്തതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫോർഫീച്ചർ നടത്തുന്നു. കമ്പനി അതുവരെ 8 രൂപ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. 10 രൂപയുടെ ഷെയറിൽ ഇനി 2 രൂപ വിളിക്കാനാണ്. അപ്പോൾ കമ്പനി ഇതുവരെ വിളിച്ചത് 8 രൂപയാണ്. അതിൽ 3 രൂപ ആയിട്ടുള്ള ഫസ്റ്റ് കോൾ അടക്കാത്തത് കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്ത് ഫോർഫീച്ചർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കമ്പനിക്ക് അവർ എത്ര രൂപ അടച്ചിട്ടുണ്ടാവും, 10 രൂപയിൽ 8 രൂപ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്, അതിൽ 3 രൂപ അടക്കാതെ. അപ്പോൾ ഇനി 5 രൂപ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ ഓൾറെഡി അടച്ചിട്ടുണ്ടായിരിക്കും. ബാക്കി 3 രൂപയാണ് അവർ അടക്കാത്തുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അതിന് വരുന്ന ജേണൽ എൻട്രി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കതിൽ ഫസ്റ്റ് കാണാം എൻട്രി ഓൺ ഫോർഫീച്ചർ ഇൻ ഓൾ കേസസ്. എല്ലാ കേസിലും ഫോർഫീച്ചറിൻ്റെ സമയത്തുള്ള എൻട്രി സെയിം ആണ്. അതുകൊണ്ടാണ് എൻട്രി ഓൺ ഫോർഫീച്ചർ ഇൻ ഓൾ കേസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ എൻട്രി ആയിക്കൊണ്ട് കാണിച്ചത്. നമുക്കറിയാം ഫോർഫീച്ചറിൻ്റെ സമയത്തുള്ള എൻട്രി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്
ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് കാണിക്കാനുള്ള കാരണം ഇവിടെ ഫസ്റ്റ് കോൾ മാത്രമേ അടക്കാത്തുള്ളൂ. അലോട്ട്മെൻറ്റ് കൂടി അടക്കാത്തുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണിക്കേണ്ടി വരും? ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അലോട്ട്മെൻറ്റ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഫസ്റ്റ് കോൾ മാത്രമാണ് അടക്കാത്തത്. ആ അടക്കാത്ത കോൾ മാത്രം അവിടെ കാണിച്ചാൽ മതി. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നേരെ എമൗണ്ട് കാണിക്കുന്നത് കമ്പനി എത്രയാണോ അതുവരെ വിളിച്ചിട്ടുള്ള എമൗണ്ട് നമുക്കറിയാം 8 രൂപ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ 50 ഷെയറിൻ്റെ മുകളിൽ 8 രൂപ എന്ന് പറഞ്ഞാൽ 5 8 40 400 രൂപയാണ് എന്ത് ചെയ്ത് കമ്പനി അതുവരെ വിളിച്ചിട്ടുള്ളത്. ടു ഷെയർ ഫസ്റ്റ് കോളാണ് അവർ അടക്കാത്ത എമൗണ്ടാണ് ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതേണ്ടത്. അടക്കാത്ത എമൗണ്ട് ഫസ്റ്റ് കോൾ 3 രൂപയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50 × 3 150 രൂപയാണ് അവരടക്കാതെ. അതാണ് അവിടെ അതിൻ്റെ നേരെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് അതുവരെ അടച്ച എമൗണ്ടിനെ എങ്ങോട്ട് മാറ്റും? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അതുവരെ അടച്ച എമൗണ്ട് എത്രയായിരിക്കും? ഒരു ഷെയറിൻ്റെ മുകളിൽ 5 രൂപ 8 രൂപ വിളിച്ചു, അതിൽ 3 രൂപ അടക്കാത്തത് കൊണ്ടാണ് ഇത് ഫോർഫീച്ചർ നടത്തിയത്. അപ്പോൾ ബാക്കി 5 രൂപ അടച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 50 ഷെയറിൻ്റെ മുകളിൽ 5 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 5 250 രൂപ അടച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു 250 രൂപയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ഫോർഫീച്ചറിൻ്റെ എൻട്രി വരുന്നത്. ഇത് എല്ലാ കേസിലും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഒറ്റ കോമൺ ആയിട്ട് ഒരു എൻട്രി നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഇഫ് 30 of shares were reissued as ₹8 paid up ₹9 per share. ഓക്കെ, 8 രൂപ നമുക്കറിയാം 10 രൂപയുടെ ഷെയർ ആയിരുന്നു. 10 രൂപയുടെ ഷെയറിൽ 2 രൂപ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനി 8 രൂപയുടെ ഷെയറേ ആയിട്ടുള്ളൂ അവിടെ. അപ്പോൾ ആ 8 രൂപ ആയിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ഇവരെ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? ലാസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ 2 രൂപ വിളിക്കുന്ന സമയത്ത് അതുകൂടി ഇവർ അടക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ 8 രൂപ വെച്ചിട്ടാണ് വിളിക്കുന്നത്. 8 രൂപ വെച്ച് വിളിക്കാനുള്ള കാരണം കമ്പനി അതുവരെ 8 രൂപ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് കേസ് ഇഫ് 30 of shares were reissued, അതായത് ഫോർഫീച്ചർ നടത്തിയ 50 ഷെയറിൽ 30 ഷെയർ മാത്രമേ റീഇഷ്യൂ നടത്തുന്നുള്ളൂ. ഓക്കെ, 8 രൂപ കൊണ്ടാണ് റീഇഷ്യൂ നടത്തുന്നത്. പക്ഷേ അവിടെ പെയ്ഡ് അപ്പ് 9 പെർ ഷെയർ ആണ്. പെയ്ഡ് അപ്പ് എത്രയാണ്? 9 രൂപയാണ് പെർ ഷെയർ എന്ന് പറയുന്നത്. അവിടെ പെയ്ഡ് അപ്പ് 9 രൂപ ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള കാരണം അവിടെ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റീഇഷ്യൂ നടത്താൻ നമുക്ക് എന്ത് ചെയ്യാം? 3 കേസിലും റീഇഷ്യൂ നടത്താം. അതായത് പാർലി റീഇഷ്യൂ നടത്താം, അതേപോലെ പ്രീമിയത്തിൽ റീഇഷ്യൂ നടത്താം, അതേപോലെ തന്നെ ഡിസ്കൗണ്ടിലും റീഇഷ്യൂ നടത്താം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 8 രൂപയായിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ അത് 9 രൂപയാണ് പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 1 രൂപ പ്രീമിയമാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആ സമയത്ത് എന്താണ് എൻട്രി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രീമിയത്തിനാണ് റീഇഷ്യൂ നടത്തുന്നതെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാങ്കിലേക്ക് മാത്രമേ കളക്ട് ചെയ്യുന്നു, ബാങ്കിൽ കൂടിയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രി കാണിച്ചു. അതിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏതൊക്കെ എമൗണ്ട് വരും? ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്ന 8 രൂപയും വരും, പ്ലസ് 1 രൂപ പ്രീമിയം, അങ്ങനെ ടോട്ടൽ 9 രൂപ. ഇവിടെ 30 ഷെയർ മാത്രമേ റീഇഷ്യൂ നടത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 30 ഷെയർ റീഇഷ്യൂ നടത്തുമ്പോൾ 30 × 9 രൂപയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? പെയ്ഡ് അപ്പ് ആയിക്കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. 30 × 9 270 രൂപ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഈ 270-ൽ എത്ര രൂപ മാത്രമേ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുള്ളൂ? 8 രൂപയുടെ ഷെയർ അല്ലേ, അതിന് 1 രൂപ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് 8 രൂപ മാത്രമേ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുള്ളൂ. ബാക്കി 1 രൂപ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കായിരിക്കും പോവുക. അപ്പോൾ ആ ഒരു 8 രൂപ പോകുന്ന 30 × 8 എന്ന് പറഞ്ഞാൽ 240 ഷെയർ ക്യാപിറ്റലിലേക്ക് പോകും. ബാക്കി വരുന്ന 30 ഷെയറിന് 1 രൂപ പ്രീമിയം, 30 × 1 30 രൂപ എങ്ങോട്ട് പോകും? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കും പോകും. ഇനി താഴെ ഒരു എൻട്രി കൂടി നമുക്ക് കാണാം. കേസ് ഫസ്റ്റിൽ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും? ഈ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ട് ആ ഒരു ഷെയർ റീഇഷ്യൂ നടത്തുന്ന സമയത്ത് എങ്ങോട്ട് മാറ്റും? അത് നമുക്കൊരു ലാഭമാണ്, അതുകൊണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ 50 ഷെയറാണ് ഫോർഫീച്ചർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫോർഫീച്ചർ നടത്തിയ സമയത്ത് നമുക്ക് മുകളിൽ കാണാം 50 ഷെയർ ഫോർഫീച്ചർ നടത്തുമ്പോൾ അവിടെ നമ്മുടെ അക്കൗണ്ടിൽ എത്ര വരുന്നുണ്ട്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് എത്ര വരുന്നുണ്ട്? 250 രൂപ വരുന്നില്ല. ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് കാണാം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ 250 രൂപ വരുന്നുണ്ട്. അതായത് 50 ഷെയറിനാണ് 250 രൂപ എന്ന് വരുന്നത്. അതായത് ഒരു ഷെയറിന് 5 രൂപ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റീഇഷ്യൂ നടത്തുന്നത് 30 ഷെയർ മാത്രമേ റീഇഷ്യൂ നടത്തുന്നുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട് മാത്രമാണ് റീഇഷ്യൂ നടത്തുന്നതെങ്കിൽ അതിൻ്റെ പ്രപ്പോർഷനായിട്ട് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ? ക്യാപിറ്റൽ റിസർവിലേക്ക് പോവുള്ളൂ. അപ്പോൾ 50 ഷെയറിന് 250 രൂപയാണെങ്കിൽ 30 ഷെയറിന് എത്രയായിരിക്കും?
150 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യലെന്ന് വെച്ചാൽ 250 ഇൻറ്റു 50ൽ 30 കണ്ടാൽ മതി. അതായത് 250 ഇൻറ്റു 30/50 ചെയ്ത് കഴിഞ്ഞാൽ 30 ഷെയറിനുള്ള പ്രൊപ്പോർഷനേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 150 രൂപയാണ് എങ്ങോട്ട് പോവുക, ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് പോകേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു 150 നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് കുറച്ചിട്ട് ബാക്കി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ റിസർവിലേക്ക് പോകുള്ളൂ. പക്ഷേ നമ്മളിവിടെ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് കംപ്ലീറ്റ് എമൗണ്ട് എങ്ങോട്ട് പോകും, ക്യാപിറ്റൽ റിസർവിലേക്ക് പോകും. അങ്ങനെ ക്യാപിറ്റൽ റിസർവിലേക്ക് പോകുന്ന 150 രൂപ അതിൻ്റെ എൻട്രിയാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. എന്ത് കാണിച്ചു, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 150 രൂപ ഇങ്ങോട്ട് മാറ്റി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി ആയിക്കൊണ്ട് കാണിച്ചു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. അതായത് ഇവിടെ 8 രൂപയുടെ ഷെയർ 50 രൂപക്കാണ് ഇഷ്യൂ നടത്തുന്നത്, റീ ഇഷ്യൂ നടത്തുന്നത്, അതായത് പ്രീമിയത്തിനാണ് ഇഷ്യൂ നടത്തുന്നത് എന്നുള്ളതാണ് കേസ് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, ഇഫ് 30 of these shares were reissued as ₹8 called up for ₹8 per share. ഇവിടെ 8 രൂപയുടെ ഷെയർ 8 രൂപക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റീ ഇഷ്യൂ നടത്തുന്നത്. അതായത് ഇവിടെ പാറിലാണ് റീ ഇഷ്യൂ നടത്തുന്നത്. അതായത് ഷെയറിൻ്റെ പ്രൈസും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇഷ്യൂ പ്രൈസും ഈക്വലാണ്. അപ്പോൾ ഇവിടെ പാറിനാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ നമ്മൾ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സെയിം എൻട്രി തന്നെയാണ് ഇവിടെ കാണിക്കേണ്ടത്. കേസ് 2 നമുക്ക് കാണാം, ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് കാണിക്കുന്നില്ല, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ നമുക്കറിയാം 8 രൂപയുടെ ഷെയർ 8 രൂപ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 30 ഷെയറാണ് റീഇഷ്യൂ നടത്തുന്നതെന്ന് പറഞ്ഞു. 30 ഇൻറ്റു 8 240 ബാങ്കിലേക്ക് കിട്ടി. ആ 240 മുഴുവനായിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റി, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡിലും 240 കാണിക്കുക. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, അതായത് ഇവിടെ 30 ഷെയറിന് റീഇഷ്യൂ നടത്തുന്നില്ല. അപ്പോൾ ആ ഒരു ഷെയറിൻ്റെ ആനുപാതികം നമ്മൾ എങ്ങോട്ട് മാറ്റണം, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അങ്ങനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഷെയറിൻ്റെ മുകളിൽ വരുന്ന സെയിം എമൗണ്ട് തന്നെ 150 തന്നെയാണ് വരും. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താൽ മാത്രമേ ആ ഒരു എമൗണ്ടിൽ മാറ്റം വരുള്ളൂ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ടിലല്ല ഇഷ്യൂ ചെയ്യുന്നത്, പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് സെയിം എൻട്രി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കാണിക്കുകയാണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 150 രൂപ നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് കേസാണ് വരുന്നത്. തേർഡ് കേസിൽ ഇഫ് 30 of these shares were reissued as ₹8 paid up for 7 per share. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് വരുന്നത് 8 രൂപയുടെ ഷെയർ എന്ത് ചെയ്യാണ്, 7 രൂപക്കാണ് നമ്മൾ റീ ഇഷ്യൂ നടത്തുന്നത്. അതായത് ഡിസ്കൗണ്ട് 1 രൂപ ഡിസ്കൗണ്ടിനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റീ ഇഷ്യൂ നടത്തുന്നത്. അങ്ങനെ ഡിസ്കൗണ്ടിന് റീ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ടിനാണ് നമ്മൾ റീ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുക. അങ്ങനെയുള്ള കേസാണ് മൂന്നാമത്തെ കേസ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കിലേക്ക് നമുക്ക് കിട്ടുക 7 രൂപ വെച്ചിട്ട്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നത് 7 രൂപക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 രൂപ ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ 7 രൂപയായിരിക്കും ബാങ്കിലേക്ക് വരിക. 30 ഇൻറ്റു 7, 30 ഷെയറിൻ്റെ മുകളിൽ 7 രൂപ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 210 രൂപ കിട്ടും. പിന്നെ അവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്ന 1 രൂപയാണ്. ആ 1 രൂപ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണ്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 30 ഷെയറിൻ്റെ മുകളിൽ 1 രൂപ, അതായത് 30 രൂപ തന്നെ എന്ത് ചെയ്തു അവിടെ കാണിച്ചു. അത് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്ത എമൗണ്ടാണ്. ആ ഡിസ്കൗണ്ട് കൊടുത്ത് നമ്മൾ ഷെയർ ഫോർഫീറ്റഡിൽ നിന്നാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അവിടെ കാണിച്ചു. ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ എമൗണ്ട് 210 + 30 240 രൂപ എങ്ങോട്ട് പോയി, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇവിടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കണം, 30 ഷെയറിൻ്റെ മുകളിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിയിരുന്ന സമയത്ത് എത്ര രൂപയായിരുന്നു മാറ്റിയത്, 150 രൂപയല്ലേ ഇതുവരെ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നത്. 30 ഷെയറിൻ്റെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് എടുക്കുമ്പോൾ 250 രൂപയിൽ 50 ഷെയറിന് 250 രൂപയായിരുന്നു. അപ്പോൾ 30 ഷെയറിന് എന്നുള്ളത് 150 രൂപയാണ് നമ്മൾ ഇതുവരെ മാറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ഒരു 150 രൂപയിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് 30 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 150 നിന്ന് ഈ 30 കുറച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 120 രൂപയല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു 120 രൂപ മാത്രമേ ഇനി എങ്ങോട്ട് മാറ്റാനുണ്ടാവുള്ളൂ, നമ്മുടെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രി കാണിച്ചു, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വരുന്ന 120 രൂപയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് 150 രൂപയാണ് 30 ഷെയറിന് എന്ത് ചെയ്യുന്നത്, ആനുപാതികമായിട്ട് വരുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള 30 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ
നമ്മൾ റീഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 150 നിന്ന് 30 പോയി കഴിഞ്ഞാൽ നമുക്ക് 120 രൂപ മാത്രമേ ഇനി അവിടെ പ്രോഫിറ്റ് ആയിക്കൊണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു 120 രൂപയെ നമ്മൾ എങ്ങോട്ട് മാറ്റി? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, ഇനി കേസ് 4 ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കേസ് 4ൽ ഇവിടെ പറയുന്നത് ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വെർ റീ ഇഷ്യൂഡ് ആസ് ₹8 പെയ്ഡ് അപ്പ് ഫോർ ₹3 പെർ ഷെയർ. 8 രൂപയുടെ ഷെയർ ആയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ റീഇഷ്യൂ നടത്തുന്നത്. പക്ഷേ 3 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റീഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, ഇവിടെ 3 രൂപക്ക് എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, നമ്മുടെ ആ ഷെയറിൻ്റെ മുകളിൽ നമുക്ക് ഇതുവരെ കിട്ടിയത് 5 രൂപയാണ്. ഓക്കെ, അതായത് അപ്ലിക്കേഷൻ മണി അയാൾ അടച്ചിട്ടുണ്ട്, അതേപോലെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളായിട്ടുള്ള 3 രൂപ അടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഷെയർ ഫോർഫീച്ചർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 8 രൂപ വിളിച്ചതിൽ 3 രൂപ അടക്കാത്തുള്ളൂ, ബാക്കി 5 രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? അയാൾ അതുവരെ അടച്ച എമൗണ്ട് മാത്രമേ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 5 രൂപയാണ് മാക്സിമം അയാൾ അടച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 രൂപയാണ്. ആ ഒരു മാക്സിമം എമൗണ്ട് എത്ര എന്ത് ചെയ്യാണ്? നമ്മളിവിടെ ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുക്കുകയാണ്. അതായത് 8 രൂപയുടെ ഷെയർ 3 രൂപക്ക് പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ പെയ്ഡപ്പായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കേസിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും മാറ്റം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിവിടെ കാണാം എന്ത് ചെയ്യാണ്? ഇവിടെയും ഡിസ്കൗണ്ടിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിലേക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 3 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 8 രൂപയുടെ ഷെയർ, അതിൽ 3 രൂപയാണ് പെയ്ഡപ്പ് എന്ന് പറയുന്നത്. അപ്പം 30 × 3 90 രൂപയായിരിക്കും എന്ത് ചെയ്യുക? ബാങ്കിലേക്ക് കിട്ടുക. പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ട് കൊടുത്ത എമൗണ്ട് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 30 ഷെയറിന് എത്രയാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമുക്ക് ഉണ്ടായിരുന്ന ബാലൻസ്? 150 രൂപയല്ലേ? ഇവിടെ എത്രയാണ് നമുക്ക് പിന്നെ ഡിസ്കൗണ്ട് ആയിട്ട് വരിക? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ 8 രൂപയുടെ ഷെയർ 3 രൂപക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ 5 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. 5 × 30 എന്ന് പറയുമ്പോൾ 150 രൂപ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഇനി അഥവാ നമ്മൾ ഇങ്ങനെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ കേസിൽ വരികയാണ്, പിന്നെ 150ൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല. നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടാണ് 150 എന്ന് പറയുന്നത്. അതിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ആ 150 രൂപയും ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുക്കുകയാണ് ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോകും? ആ 90 150 ടോട്ടൽ 240 രൂപ എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്ത് ചെയ്യില്ല? ഇവിടെ നമുക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ എമൗണ്ട് ഉണ്ടോ? കാരണം നമ്മുടെ കയ്യിൽ 30 ഷെയറിന് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാനുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 150 രൂപയായിരുന്നു. ആ 150 രൂപ മുഴുവനായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ എമൗണ്ട് കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എമൗണ്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി ഇനി എന്തില്ല? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാനില്ല. അപ്പോൾ അതിൻ്റെ എൻട്രി നമ്മളിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. 4ാമത്തെ കേസിൽ അതിൻ്റെ എൻട്രി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു പിന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി കാണിക്കാത്തത്. ഇനി അഞ്ചാമത്തെ കേസ് വരുന്നത് ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വെർ റീഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഫോർ ₹5 പെർ ഷെയർ. നമ്മൾ മുകളിൽ പറഞ്ഞ 4 കേസിലും അവിടെ 8 രൂപയുടെ ഷെയർ ആയിക്കൊണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പനി ഇനി ലാസ്റ്റ് കോളായിട്ടുള്ള 2 രൂപ വിളിക്കുന്ന, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളായിട്ടുള്ള 2 രൂപ വിളിക്കുന്ന സമയത്ത് ആ ഒരു 4 കേസിൽ എന്ത് ചെയ്യണം? അവർ ആ 2 രൂപ കൂടി അടക്കണം എന്നുള്ളതാണ്. ഇനി പറയുന്ന 2 കേസിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റീഇഷ്യൂ നടത്തുന്നത്. അതായത് 10 രൂപ എന്നുള്ള ആ ഒരു ഷെയറിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നടത്തുന്നത്. ഇനി ഇവരെന്ത് ചെയ്യേണ്ട? കമ്പനി ആ 2 രൂപ വിളിക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റത്തെ 2 കേസിൽ കേട്ടോ, ഫുള്ളി പെയ്ഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ലാസ്റ്റത്തെ 2 രൂപ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് 10 രൂപേൻ്റെ ഷെയർ കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇഫ് 30 ഓഫ് ദീസ് ഷെയർസ് വെർ റീഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡപ്പ് ഫോർ ₹5 പെർ ഷെയർ. ഇവർ 5 രൂപ ആ ഒരു ഷെയറിൻ്റെ മുകളിൽ 30 ഷെയറിൻ്റെ മുകളിൽ 5 രൂപ വെച്ച് അടക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് ആയിട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്? പിന്നെ 5 രൂപ അടച്ചു കഴിഞ്ഞാൽ 10 രൂപയുടെ ഷെയർ ആയിക്കൊണ്ട് അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് എൻട്രി വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കേസ് 5ൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര കിട്ടുക? 5 രൂപയല്ലേ കിട്ടുന്നത്? 5 രൂപയായിട്ട് കിട്ടുമ്പോൾ 30 × 5 എത്ര വരും? നമുക്ക് അവിടെ 30 × 5 150 രൂപയായിട്ടാണ് എന്ത് ചെയ്യുക? ബാങ്കിലേക്ക് കിട്ടുക. പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക? നമ്മൾ ഇതുവരെ 8ൽ നിന്ന് കുറച്ചിട്ടായിരുന്നു ഡിസ്കൗണ്ട് കാണിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഷെയർ ആയിക്കൊണ്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ 10ൽ നിന്ന് 5 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക്. അപ്പോൾ അതിന് എത്രയായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക? 10ൽ 5 മാത്രം കിട്ടുമ്പോൾ 5 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. 30 ഷെയറിൻ്റെ മുകളിൽ 5 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ
നിന്ന് നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 150 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 150 രൂപ അവിടെ കാണിച്ചു, അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തതായിട്ട് കാണിച്ചു. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര എമൗണ്ട് പോകും? പിന്നെ ടോട്ടൽ 150 പ്ലസ് 150 300 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഷെയർ ക്യാപിറ്റൽ ആയിക്കൊണ്ട് കാണിക്കേണ്ടി വരും. അതാണ് അവിടെ 300 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ഫുള്ളി പെയ്ഡപ്പാണ്. ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 5 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യുക? ആ ഷെയർ ഫുള്ളായിക്കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ അവർ ലാസ്റ്റത്തെ 2 രൂപ എന്ത് ചെയ്യേണ്ട? അടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ 4 കേസുകളിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇവർ ആ 4 രൂപ വെച്ചിട്ട് അടക്കേണ്ടിയിരുന്നു. ഓക്കെ, ഇവിടെ ഈ കേസിൽ എന്താണ്? ഫുള്ളി പെയ്ഡപ്പാണ്. സോ എന്ത് ചെയ്യേണ്ട? ഇവിടെ അടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എത്ര രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഡിസ്കൗണ്ട് ആയിക്കോട്ടെ 150 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവും 30 ഷെയറിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 30 ഷെയറിൻ്റെ പ്രൊപ്പോർഷനേറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 150 രൂപയാണ് ഉണ്ടായിരുന്നത്. ആ 150 രൂപ മുഴുവനായിക്കൊണ്ട് നമ്മളിവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പോൾ നമുക്ക് ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ എമൗണ്ട് ഉണ്ടാവും? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും നമ്മൾ ആ ഒരു എമൗണ്ടിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. മാറ്റാൻ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അവിടെ എന്ത് ചെയ്യാത്തത്? നമ്മൾ പിന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ മാറ്റാത്തത്. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാത്തത്. ഓക്കെ, ഇനി 6th കേസാണ്. 6th കേസ് സെയിം നമ്മൾ പറഞ്ഞ അതേ 5ാമത്തെ കേസ് തന്നെയാണ്. പക്ഷേ അവിടെ ഫുള്ളി പെയ്ഡപ്പാണ്. അതേപോലെ ഒരു മാറ്റം കൂടി വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ 30 ഷെയർ മാത്രമേ റീഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാണ്? ഫോർഫിച്ചർ നടത്തിയ 50 ഷെയർ എന്ത് ചെയ്യുന്നുണ്ട്? റീഇഷ്യൂ നടത്തുന്നത്. 50ൽ 50 എന്ത് ചെയ്യുന്നുണ്ട്? റീഇഷ്യൂ നടത്തുന്നുണ്ട്. അതും ഫുള്ളി പെയ്ഡപ്പ് ആയിക്കൊണ്ടാണ് ഇവിടെ റീഇഷ്യൂ നടത്തുന്നത്. 6 രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ 50 ഷെയർ നമ്മൾ റീഇഷ്യൂ നടത്തുന്ന സമയത്ത് കേസ് 6ൽ നോക്കുക, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരെ 50 ഷെയർ റീഇഷ്യൂ നടത്തും. 6 രൂപ വെച്ച് കിട്ടുന്ന സമയത്ത് 300 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, പിന്നെ 10 രൂപയുടെ ഷെയറാണ്, അതിൽ 6 രൂപയാണ് പെയ്ഡപ്പ് വരുന്നത്. ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഷെയറായി, അതിൽ 6 രൂപ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര രൂപയായിരിക്കും എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക 4 രൂപയല്ലേ? അതായത് പിന്നെ 10 രൂപയിൽ 6 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 4 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ 50 ഷെയറിൻ്റെ മുകളിൽ 4 രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 200 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മുടെ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടായിരിക്കും? 30 ഷെയർ ആവുന്ന കേസിലാണ് 150. 50 ആവുന്ന സമയത്ത് എത്രയാണ് ഉണ്ടാവുക? 250 രൂപ ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റത്തെ പിന്നെ ഫോർഫീച്ചർ എഴുതിയ ആ ഒരു എൻട്രിയിൽ നമുക്ക് കാണാം. പിന്നെ ഫോർഫീച്ചർ നടത്തുന്ന സമയത്ത് നമ്മുടെ പിന്നെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പിന്നെ 50 ഇൻറ്റു 5 രൂപയാണ്. 5 രൂപയാണ് അയാൾ അതുവരെ അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 250 രൂപ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ 50 ഷെയർ എടുക്കുന്ന സമയത്ത് ഇവിടെ എത്ര ഉണ്ടാവും? നമ്മുടെ കയ്യിൽ 250 രൂപ ഉണ്ടായിരിക്കും. അതിൽ 200 രൂപ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് നമ്മൾ കൊടുത്തു ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ 200 പ്ലസ് 300 500 രൂപ എന്ത് ചെയ്തു? നമ്മൾ എങ്ങോട്ട് മാറ്റി? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ഇനി നമുക്കറിയാം 250 രൂപയാണ് 50 ഒരു പിന്നെ ഷെയർ നമ്മൾ റീഇഷ്യൂ നടത്തുമ്പോൾ നമ്മുടെ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവും. അതിൽ 200 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുത്തു. ബാക്കി ഇനി എത്ര രൂപ ഉണ്ടാവും? 250 200 പോയി കഴിഞ്ഞാൽ 250 നിന്ന് 200 പോയി കഴിഞ്ഞാൽ ബാക്കി 50 രൂപ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ 50 രൂപയെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അതാണ് നെക്സ്റ്റ് എൻട്രി ആയിട്ട് കാണിച്ചത്. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് 50 രൂപ കാണിച്ചു. 250 മൈനസ് 200, അതായത് 250 രൂപയായിരുന്നു നമ്മൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 200 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുത്തു. ബാക്കി ഈ 50 രൂപ ഉണ്ട്. ആ 50 രൂപ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ റിസർവിലേക്ക് പ്രോഫിറ്റ് ആയിക്കൊണ്ട് നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് റീഇഷ്യൂവും അതേപോലെ തന്നെ ഫോർഫിറ്റഡ് അക്കൗണ്ടിൻ്റെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ജേണൽ എൻട്രീസ്. നെക്സ്റ്റ് സറണ്ടർ ഓഫ് ഷെയർസ് ആണ്. സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അയാൾക്ക് അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അടക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ സ്വമേധയാ തീരുമാനം എടുക്കുകയാണ് അയാളുടെ ഷെയർ കമ്പനിയിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയാണ്. അതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർഫിച്ചർ ഓഫ് ഷെയർസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കമ്പനിയാണ് മുൻകൈ എടുക്കുന്നത്. കമ്പനിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഷെയർ ക്യാൻസൽ ചെയ്യുന്നത്. അവിടെ പിന്നെ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഫോർഫിച്ചറോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഫസ്റ്റ് കോൾ ഓർ അലോട്ട്മെൻറ്റ് മണി അടക്കാതിരിക്കുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനാണ് ഫോർഫിച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഇവിടെ സറണ്ടർ ഓഫ് ഷെയർസിൽ വരുന്നത് കമ്പനി അല്ല ഫോർഫിച്ചർ നടത്തുന്നത്, പകരം എന്ത് ചെയ്യണം? ആ ഷെയർ ഹോൾഡർ തന്നെ സ്വയം തീരുമാനിക്കണം. അയാൾക്ക് അടക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ സ്വമേധയാ വന്നുകൊണ്ട് അയാളുടെ ഷെയറൊക്കെ കമ്പനിയിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയും. അവിടെ നമുക്ക് ഫോർഫിച്ചർ ഓഫ് ഷെയറും സറണ്ടർ ഓഫ് ഷെയർസും തമ്മിൽ ഡിഫറൻസ് കാണാം. അത് ജസ്റ്റ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുത്താൽ മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഫോർഫിച്ചർ ഓഫ് ഷെയറും സറണ്ടർ ഓഫ് ഷെയറും തമ്മിൽ ഡിഫറൻസ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ലൈഡിൽ അത് കാണിക്കാനുള്ള കാര്യം. ഓക്കെ,
ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹെഡാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ആരെങ്കിലും ഷെയർ, ഏതെങ്കിലും ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാണ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിനല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഷെയർ ഇഷ്യൂ നടത്തുകയാണെങ്കിൽ അവിടെ വരുന്ന ജേണൽ എൻട്രീസാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ വരുന്ന കേസ് എന്ന് പറയുന്നത് സംടൈംസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സം അസറ്റ് അക്വേർഡ് ഇൻസ്റ്റെഡ് ഫോർ ക്യാഷ് ഒരു അസറ്റ് അക്വയർ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഒരു അസറ്റ് അല്ലെങ്കിൽ മെഷീനറി ആവശ്യം വരുന്ന സമയത്ത് അസറ്റ് മീൻസ് പിന്നെ മെഷീനറി ആവാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾ, അങ്ങനെ എന്ത് കാര്യങ്ങളും ആവാം. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിക്കൊണ്ട് ഷെയർ കൊടുക്കുകയാണ്. അങ്ങനെ ഷെയർ കൊടുക്കുന്ന കേസിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന രണ്ട് ജേണലിസ്റ്റ്, പ്രധാനമായിക്കൊണ്ട് വരുന്ന രണ്ട് ജേണലിസ്റ്റ്, ഒന്ന് പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നത്. പ്രോപ്പർട്ടി മീൻസ് അസറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സമയത്തുള്ള എൻട്രിയാണ് വരുന്നത്. പ്രോപ്പർട്ടി ഒരു അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡർ. ടു വെൻഡർ മീൻസ് സെല്ലറെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സെല്ലറെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പിന്നെ ആ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ടു വെൻഡർ എന്നുള്ളത് ടു ABC ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കേണ്ടത്. ഇനിയിപ്പോൾ ബിൽഡിംഗ് ആണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു ABC ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടിയുടെ എത്രയാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനനുസരിച്ചുള്ള ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് എൻട്രി വരിക. ഇനി അവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും അവിടെ കാണിക്കും. ഓക്കെ, പാറിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇത്ര മാത്രമേ വരുള്ളൂ. വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ വരുള്ളൂ. വെൻഡറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് അവിടെ എന്ത് ചെയ്യുക, വെൻഡർ അക്കൗണ്ട് എന്നുള്ളത് ആ ഒരു പേര് കൊടുത്തിട്ട് അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. ഇനി പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടി കാണിക്കുക. ഒരു പ്രോബ്ലം ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് വരുന്നുണ്ട്, അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി പർച്ചേസ് ബിൽഡിംഗ് ഫോർ ₹2,75,000. ഓക്കെ, 2,75,000 രൂപക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കമ്പനി ഒരു ബിൽഡിംഗ് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10% ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. ഫുൾ സെറ്റിൽമെൻറ്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്തു, 10 രൂപയുടെ ഷെയർ 10% പ്രീമിയത്തിന്, അതായത് 11 രൂപക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി ഇവിടെ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, 2,75,000 ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ 2,75,000 രൂപ 10 രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രീമിയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, 2,75,000 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 27,500 ഷെയറാണ് എന്ത് ചെയ്യേണ്ടത്, 27,500 ഷെയറാണ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, 10 രൂപയുടെ ഷെയർ 11 രൂപക്കാണ്, അതായത് 10% പ്രീമിയം കൂടി കൂട്ടിയിട്ടാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് 27,500 അതായത് 2,77,500 ഡിവൈഡഡ് ബൈ 11 എന്നാണ് കാണിക്കേണ്ടത്. പ്രീമിയത്തിലായതുകൊണ്ട് 11 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാണാം 25,000 ഷെയറാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, അവിടെ ഇഷ്യൂ ചെയ്യാനുണ്ടാവുക. ഓക്കെ, 25,000 ഷെയർ 25,000 ഇൻറ്റു 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2,75,000 കിട്ടും. അപ്പോൾ ഫുൾ സെറ്റിൽമെൻറ്റ് ആയല്ലോ. അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് നമുക്ക് കാണാം ബിൽഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡർ. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ്. അതിന് 2,75,000 എന്ന് തന്നെ കാണിച്ചു. 2,75,000 രൂപ വെൻഡറുടെ കയ്യിൽ നിന്ന് ബിൽഡിംഗ് വാങ്ങുന്ന എൻട്രിയാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ എൻട്രി വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ. വെൻഡറുടെ കൊടുക്കാനുള്ള 2,75,000 അവിടെ കാണിച്ചു. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ അവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീമിയത്തിനാകുമ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 25,000 ഷെയർ ആണ്. അപ്പോൾ 25,000 ഇൻറ്റു 10 രൂപയാണ് ഷെയർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരിക. 25,000 ഇൻറ്റു 10 2,50,000 കാണിച്ചു. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് 1 രൂപയാണ് പോകുന്നത്. അപ്പോൾ 25,000 ഇൻറ്റു 1 ടോട്ടൽ 25,000 ആണ് എന്ത് ചെയ്യുക, അവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2,75,000 രണ്ട് സൈഡിലും ഈക്വൽ ആയിക്കൊണ്ട് പോയി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ ഹവേഴ്സ് വരുന്ന ചാപ്റ്ററാണിത്. ഏകദേശം നമുക്ക് 90 ഹവേഴ്സ് ഉള്ളതിൽ അതിൽ 30ഓളം ഹവേഴ്സ് ഈ ഒരു ചാപ്റ്ററിന് തന്നെയാണ് വരുന്നത്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 80 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏകദേശം 25 മാർക്കോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക. നമ്മളിപ്പോൾ ഒരു 6ഓളം പാർട്ടുകൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ 6 പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 6 പാർട്ടുകളിൽ നിന്നായിക്കൊണ്ട് 25 മാർക്കിന് ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിക്കൊണ്ട് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള 80 മാർക്കിൽ ബാക്കി മാർക്ക് മാത്രമേ ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്ന് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 6 പാർട്ടുകളും കാണുക, നോട്ടുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.